പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയുടെ മയ്യത്ത് സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. ആ വീട്ടിൽ ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോ ആ സ്വഹാബിയ ചെറുപ്പക്കാരനായ സ്വഹാബി വഫാത്തായി കിടക്കുകയാണ്. നബി തങ്ങളുടെ വരവും കൂടെ ആയപ്പോ ആ ഉമ്മ സന്തോഷം കൊണ്ട് പറഞ്ഞു, ഹനീഅൻ ലഹു ബിൽ ജന്നഹ്, എന്റെ മോന് സ്വർഗം കൊണ്ട് ഞാൻ ആശംസ നേരുന്നു, എന്റെ മകന് ഞാൻ സ്വർഗം ആശംസിക്കുകയാണ്. ആരാ കാണാൻ വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ആ ജനാസയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹനീഅൻ ലഹു ബിൽ ജന്നഹ്. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടുകൊണ്ട് ചോദിച്ചു, മൻ ഹാദിഹിൽ മുതഅല്ലിയതു അലല്ലാഹ്, ആരാണ് അല്ലാഹുവെ സാക്ഷി നിർത്തി എന്റെ മോൻ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞവൾ ആരാണ്? അവര് പറഞ്ഞു, ഉമ്മുഹു യാ റസൂലല്ലാഹ്, ആ ചെറുപ്പക്കാരന്റെ ഉമ്മയാണ് നബിയെ. നബി തങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് അവർക്ക് മകന് സ്വർഗമുണ്ട് എന്ന് അങ്ങനെ അങ്ങ് ധൈര്യത്തിൽ പറയാൻ പറ്റുന്നത്? ലഅല്ലഹു തകല്ലമ ഫീമാ ലാ യഅനി, ഒരുപക്ഷെ ആ ചെറുപ്പക്കാരൻ അനാവശ്യമായ പറയേണ്ടതില്ലാതിരുന്ന പലതും നാവുകൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടാകാം. അനാവശ്യമായത്, ആവശ്യമോ അത്യാവശ്യമോ അല്ലാത്ത വിഷയങ്ങൾ ഗീബത്തോ നമീമത്തോ ആണ് എന്നല്ല ഇതിനർത്ഥം. ഫീമാ ലാ യഅനി, തിങ്സ് that do not concern you, നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്ത, നിങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ചില വിഷയങ്ങൾ, അനാവശ്യം നമ്മൾ പറയില്ലേ, അത്തരം വിഷയങ്ങളിൽ നാവുകൊണ്ട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടുണ്ടാവില്ലേ? അങ്ങനത്തെ ഒരാൾക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് അത്ര ധൈര്യത്തിൽ പറയാനൊക്കുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വിഷയം ഗൗരവമാണ്. ഫീമാ ലാ യഅനി, അത് ഇസ്ലാമിന്റെ ഒരു പ്രയോഗമാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു മുസ്ലിം ശരിയായ മുസ്ലിമാവുന്നതിന്റെ ലക്ഷണം തർക്കുഹു മാ ലാ യഅനി, അനാവശ്യമായതൊക്കെ ഒഴിവാക്കി കളയലാണ്. ഗീബത്ത്, നമീമത്ത്, കളവ്, പരദൂഷണം, പരിഹാസം, ഇതൊക്കെ ഒഴിവാക്കുക എന്നതിലപ്പുറം അനാവശ്യമായത് ഞാൻ എന്തിനത് പറയണം എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങൾ അതൊഴിവാക്കാത്ത അവസ്ഥയിലാണ് ഈ ചെറുപ്പക്കാരൻ മരിച്ചുപോയതെങ്കിൽ ഈ ഉമ്മ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അള്ളാഹുവിനെ സാക്ഷി നിർത്തി തന്റെ മോന് സ്വർഗത്തിലാണെന്ന് പറയുന്നത് ശരിയാണോ? എത്ര ധൈര്യത്തിലാണ് ഈ ഉമ്മ പറയുന്നത്? അത്ര ധൈര്യം കാണിക്കാൻ പറ്റുമോ? ലഅല്ല ബിനഹാ തകല്ലമ ഫീമാ ലാ യഅനി, ഈ പെണ്ണിന്റെ മോൻ അനാവശ്യമായ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാൻ ആരംഭിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ വിഷയങ്ങളും മനുഷ്യന്റെ നാവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഏത് വിഷയവും എല്ലാം. ഒരു മനുഷ്യൻ മിണ്ടാതിരുന്നാൽ എന്തൊരു റാഹത്തായിരിക്കും. ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട്, നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഒറ്റ ദിവസം ഒരു നദർതു ലിർറഹ്മാനി സൗമ എന്ന് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ മിണ്ടൂല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു റാഹത്തായിരിക്കും പത്രം വായിക്കാൻ. ഒന്നും മിണ്ടാതിരുന്നാൽ പറയുന്നത് അനാവശ്യങ്ങൾ, പറയുന്നത് തോന്നിവാസങ്ങൾ, പറയുന്നത് പറയാൻ പാടില്ലാത്തത്. നമ്മുടെ തെരുവുകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ അങ്ങാടികളിലും നമ്മുടെ ചർച്ചകളിലും നമ്മുടെ സ്റ്റേജുകളിലും നമ്മുടെ പേജുകളിലും നമ്മുടെ ഫേസ്ബുക്കുകളിലും നമ്മുടെ വാട്സാപ്പുകളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പലതും ഫീമാ ലാ യഅനി, ഒരാവശ്യവുമില്ലാത്തതിൽ മനുഷ്യൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരു മനുഷ്യന്റെ സ്വർഗപ്രവേശം നഷ്ടമാവാൻ ഇടയുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്നഹ്, അറിയണം അല്ലാഹുവിന്റെ സ്വർഗം വിലപിടിപ്പുള്ളതാണ്. അതങ്ങ് വെറുതെ കിട്ടുന്ന സംഗതിയല്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിന് വിലയുണ്ട്.
അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അല്ലാഹുവിന്റെ സ്വർഗം എക്സ്പെൻസീവാണ്, വിലപിടിപ്പുള്ളതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അല്ലാഹുവിന്റെ ചരക്ക് സ്വർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടണമെങ്കിൽ നമ്മൾ ഒരൽപ്പം അധ്വാനിച്ചേ പറ്റൂ. നാവ് സൂക്ഷിച്ചിരുന്നെങ്കിൽ എത്ര തൊലാഖുകൾ ഒഴിവാക്കി പോകുമായിരുന്നു. നാവ് സൂക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ വേർപിരിയലുകൾ ഇല്ലാതാകുമായിരുന്നു. നാവ് സൂക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ല ബന്ധങ്ങൾ, നല്ല സുഹൃബന്ധങ്ങൾ ശിഥിലമാവാതെ രക്ഷപ്പെടുമായിരുന്നു. നാവ് സൂക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ കലഹങ്ങളും യുദ്ധങ്ങൾ വരെ ലോകത്തൊഴിവാകുമായിരുന്നു. മനുഷ്യന്റെ നാവ് വരുത്തിവെക്കുന്ന വിന വലുതാണ്. ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങളിതൊക്കെ നിസ്സാരമായി കാണുന്നില്ലേ? إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. إذ تلقونه بألسنتكم, നിങ്ങൾ നിങ്ങളുടെ നാവ് ഉപയോഗിച്ചുകൊണ്ട് പലതും ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരാൾ പറഞ്ഞത് അവൻ ഫോർവേഡ് ചെയ്തത്, അവിടുന്ന് കിട്ടിയ ക്ലിപ്പ്, ഇവിടുന്ന് കിട്ടിയ സംസാരം ഓഡിയോ, ഇവിടുന്ന് കിട്ടിയ വീഡിയോ, ഇവിടുന്ന് കിട്ടിയ ടെക്സ്റ്റ്. ഇത് തലഖൗനഹു ബിഅൽസിനതികും, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളത് ഏറ്റെടുക്കുകയും وتقولون بأفواهكم ما ليس لكم به علم, നിങ്ങൾക്ക് ഒരു വിവരവുമില്ലാത്ത വിഷയം നിങ്ങൾ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്യുന്നുവല്ലോ. وتحسبونه هينا, അതിനേക്കാളൊക്കെ ഗൗരവം അത് നിസ്സാരമാണെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നുവല്ലോ. സാരല്ലല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന്. وهو عند الله عظيم, അത് അല്ലാഹുവിന്റെ അരികത്ത് വളരെ ഗൗരവമുള്ളതാണ്. എത്രയോ ന്യൂസ് ആർട്ടിക്കിളുകൾ മനുഷ്യൻ സെൻസർ ചെയ്യേണ്ടി വരും. പത്രങ്ങൾ, ആര് നടത്തുന്ന പത്രങ്ങളാണെങ്കിൽ പോലും പത്രങ്ങളിലെ ചില ന്യൂസുകൾ മുസ്ലിമായ ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റാത്തത് കാണും, അതിൽ നോക്കാൻ പറ്റാത്തത്. ന്യൂസുകൾ അങ്ങനെയാണ്. ഇത്തലഖൗനഹു ബിഅൽസിനതികും, നിങ്ങൾ ചില വാർത്തകൾ നാവുകൊണ്ട് ഏറ്റെടുക്കുന്നുണ്ടല്ലോ. وتقولون بأفواهكم ما ليس لكم به علم. ഇൽമ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വിഷയത്തിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയുക. ആ അറിയാത്ത അവസ്ഥയിൽ നിങ്ങൾ ഏറ്റുപറയുന്നത്. വതഹ്സബൂനഹു ഹയ്യിനാ, ഇത് നിസ്സാരമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? വഹുവ ഇൻദല്ലാഹി അളീം, ഇത് അല്ലാഹുവിന്റെ അടുത്ത് ഭയാനകമാണ്.